ഹരിപ്പാട് നഗരമധ്യത്തിലൂടെയുള്ള ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായ ഉയരപ്പാത നിർമ്മാണത്തിൻ്റെ വിശദാംശങ്ങൾ അറിയിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണ രീതിയിൽ മാറ്റം ആവശ്യപ്പെടാതെ ജനപ്രതിനിധികൾ. നഗരത്തെ രണ്ടായി ഭാഗിക്കുന്ന തരത്തിൽ മണ്ണിട്ടുയർത്തി മേൽപ്പാലം നിർമ്മിക്കരുത് എന്ന് പ്രദേശവാസികൾ സ്ഥലം MLA രമേശ് ചെന്നിത്തല അടക്കമുള്ള ജനപ്രതിനിധികളെ അറിയിച്ചിട്ടും ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഇതോടെ നാട്ടുകാർ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ സഹായത്തിനായി സമീപിച്ചിരിക്കുകയാണ്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഹരിപ്പാട് നഗരകേന്ദ്രത്തിൽ താലൂക്ക് ആശുപത്രി ജംഗ്ഷൻ മുതൽ മാധവ ജംഗ്ഷൻ വരെ മണ്ണിട്ടുയർത്തി റോപ്പ് വേ നിർമ്മിക്കാനുള്ള നീക്കത്തിലാണ് നാട്ടുകാർ ജനപ്രതിനിധികളുടെ ഇടപെടൽ ആവശ്യപ്പെട്ടത്. ഈ രീതിയിൽ പാത നിർമ്മിച്ചാൽ താലൂക്ക് ആശുപത്രിയുടെ മുൻഭാഗം 75% മറയപ്പെടുമെന്നും ആശുപത്രിയിലേക്ക് വാഹനം കയറാനും അവിടെ നിന്നും പുറത്തേക്ക് വാഹനങ്ങൾ പോകാനും 1 കിലോമീറ്ററിലധികം ചുറ്റി സഞ്ചരിക്കേണ്ടതായി വരുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ആംബുലൻസിന് പാർക്കിംഗ് ഇല്ല, ടാക്സിക്ക് പാർക്കിംഗ് ഇല്ല, പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് പാർക്കിംഗ് ഇല്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ മേഖലയിലും വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ ഹോസ്പിറ്റലിൻ്റെ നേരെ ഫ്രണ്ടാണ് അടച്ചു മൂടി പോകുന്നത്. അത് ഏറ്റവും വലിയ ദോഷമാണ്. ഒരു എമർജൻസി ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കറങ്ങിയായിരിക്കും. ഈ ഹോസ്പിറ്റലിലോട്ട് വരണേ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കേസ് എടുത്ത് ഒരു ആംബുലൻസ് പോണേ തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലത്. ഈ നിർമ്മാണ രീതി അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്നാണ് വ്യാപാരി വ്യവസായികളുടെയും ആവശ്യം. ദേശീയപാത അതോറിറ്റി നിർമ്മാണ രീതി വ്യക്തമാക്കിയിട്ടും മൗനം പാലിച്ച ജനപ്രതിനിധികൾ ഇനിയുമെങ്കിലും ഉണർന്നു പ്രവർത്തിക്കണമെന്നും ആവശ്യം ഉയരുകയാണ്. ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ടൗൺ എഴുക്കത്ത് ജംഗ്ഷനിൽ നിന്ന് വരുന്ന ഏറ്റവും ഒരു ഹെവി വാഹനം, അതായത് ടേൺ ചെയ്ത് മണ്ണാർശാല റൂട്ടിലോട്ട് പോകണം. ബസ്സുകൾ ധാരാളമുള്ള ഒരു റൂട്ടാണ്. മണ്ണാർശാല റൂട്ടിലോട്ട് പോകണമെങ്കിൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊന്നും ചിന്തിക്കാതാണ് നമ്മൾ ഈ നിർമ്മാണ പ്രവർത്തകരെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇതാരെങ്കിലും ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഇവിടുത്തെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലാത്തതിൽ പറ്റിയേക്കുന്ന ദോഷമാണ്. ഇതിൻ്റെ പണി പൂർത്തിയാകുമ്പോൾ ധാരാളം ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. അത് നമ്മൾ ഇപ്പം മാറ്റിയില്ലെങ്കിൽ ഇത് അനുഭവിച്ചറിയുമ്പോഴേ ഇനി പഠിക്കത്തുള്ളൂ. തൂണുകൾ സ്ഥാപിച്ച് അതിനു മുകളിലായി ഉയരപ്പാത നിർമ്മിച്ചിരുന്നെങ്കിൽ വാഹനങ്ങളുടെ പാർക്കിംഗ്, തെരുവ് കച്ചവടം എല്ലാം സുഗമമായി നടന്നേനെ. അതിലുപരി നഗരത്തിലെ ഗതാഗതക്കുരുക്കിനും പരിഹാരമായേനെ. എന്നാൽ 500 മീറ്ററിലധികം ദൂരം മണ്ണിട്ടുയർത്തി പാത നിർമ്മിക്കുന്നതോടെ നഗരത്തിൻ്റെ ഹൃദയഭാഗം തന്നെ രണ്ടായി മുറിക്കപ്പെടുകയാണ്. ഇത്രയും ടാക്സി, ഓട്ടോ ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. അങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുകളുണ്ട്. അവിടം വരെ ഇതുകൂട്ട് ഫ്ലൈ ഓവർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടി ഞങ്ങൾക്കും പാർക്ക് ചെയ്യാം. പല പല ബുദ്ധിമുട്ടുകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കുറഞ്ഞ ചിലവും പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കാത്ത തരത്തിലും തൂണുകൾ സ്ഥാപിച്ച് ഉയരപ്പാത നിർമ്മിക്കണമെന്നും മണ്ണിട്ടുയർത്തിയുള്ള നിർമ്മാണം ഈ പ്രദേശത്തിന് യോജിച്ചതല്ലെന്നും സാമൂഹിക പ്രവർത്തകരും അഭിപ്രായപ്പെട്ടു. ഹരിപ്പാട് മൊത്തമായി ഉണരേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല ഇത്രയും മണ്ണ് എങ്ങനെ ഉണ്ടാവുന്നുള്ളതാണ്. ശരിക്കും കടല് കിഴക്കും മല പടിഞ്ഞാറും കടല് കിഴക്കും ആവുന്ന അവസ്ഥയിലേക്ക് ഈ ഹൈവേയുടെ നിർമ്മാണം മാറും. അതുകൊണ്ട് തീർച്ചയായിട്ടും അധികൃതർ ശ്രദ്ധിക്കേണ്ടതാണ്. ഹരിപ്പാടിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ആവശ്യം MLAയും പഞ്ചായത്ത് ജനപ്രതിനിധികളും എല്ലാം തന്നെ ഉണരണം. നേരത്തെ ഉണരേണ്ടതായിരുന്നു. ഇത് അവസാന ഘട്ടത്തിൽ പറയുന്നതിനേക്കാൾ ഇതിപ്പം കതിരെ കൊണ്ടുവന്ന് വളം വെക്കുന്ന പോലായിപ്പോയി. എന്നാൽ എന്തായാൽ തന്നെ ഇത് അശാസ്ത്രീയമാണ്. ഹരിപ്പാട് നഗരത്തിലെ ഭൂപ്രകൃതിക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് ദേശീയപാത വികസനത്തിൽ ആദ്യഘട്ടം നിശ്ചയിച്ചതുപോലെ തൂണുകൾ സ്ഥാപിച്ചുള്ള ഉയരപ്പാത നിർമ്മാണമാണ് നാട്ടുകാർ പൊതുവിൽ ആവശ്യപ്പെടുന്നത്. എന്നാൽ പ്രദേശത്തെ പ്രതികരിക്കുന്ന MPയോ MLAയോ നഗരസഭാ ഭരണസമിതിയോ ഇടപെടൽ നടത്താത്തതാണ് ജനങ്ങളെ നിരാശരാക്കുന്നത്. ഈ സാഹചര്യത്തിൽ സർവകക്ഷി യോഗം വിളിച്ച് പ്രശ്നപരിഹാരം തേടാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഈ ആവശ്യമുന്നയിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്കും മുഖ്യമന്ത്രിക്കുമടക്കം ഇതിനോടകം പ്രദേശവാസികളും വ്യാപാരികളും കത്തുകൾ അയച്ചിട്ടുണ്ട്. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.